ഹായ് കുട്ടികളെ, ഒന്ന് കൈ കാണിച്ചേ. ജാനി, പിള്ളേർ അങ്ങോട്ട് താഴ്ത്തിക്ക് ഇറങ്ങി പോയിട്ടാ. തേയിലത്തോട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് മൂന്നാറിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നപ്പോ കൊലുക്കുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലാണെന്നാണ് പറയുന്നത്. അടിപൊളി സ്ഥലം നോക്കിയേ, കംപ്ലീറ്റ് മലകളും. ഇപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂര്യോദയം ഇവിടെ നിന്ന് കാണാമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മനസ്സിലായില്ലേ? അടിപൊളിയല്ലേ? അതെ, പിള്ളേർ അങ്ങോട്ട് താഴ്ത്തിക്ക് പോയി. തേയിലത്തോട്ടാണ് കംപ്ലീറ്റ്. ഭയങ്കര ചെരുവാണ്, ഭയങ്കര ഹൈറ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കാണാം. ഓ, അവര് ഇത്രയും വന്നിട്ടുണ്ടാവില്ല കേട്ടോ ഇറങ്ങാൻ. നല്ലൊന്ന് ഇറങ്ങി നോക്കവാ. ഇവിടെ വലിയ സ്റ്റെപ്പുകളുണ്ട് ഇതിന്. ചാടി പിടിക്കടാ. സ്റ്റെപ്പാണ്, സ്ലിപ്പറി സ്റ്റെപ്പുകളാണ്. മഴയില്ലാത്തതിന്റെ പേരിൽ കുഴപ്പമില്ല. അതിൽ ഇറങ്ങിക്കോ. പിടിക്കണോ? പിടിച്ചോ, ധൈര്യമായിട്ട് കയറിക്ക. ഓക്കെ, ഓക്കെ. മൈക്കണ്ടാ, റെക്കോർഡിംഗ് ആണ്. ഓക്കെ, പിള്ളേര് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്, നോക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിത് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലാണ് കേട്ടാ. ഇതാണ് തേയില. ആളുകൾ പറയാം അടിപൊളിയാണ്, ചായ സൂപ്പറാണെന്നൊക്കെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിഷമടിക്കും കേട്ടാ. വിഷമടിക്കുന്ന തേയിലയാണ്. ശരിക്കും ചായ ഒന്നും കുടിക്കാൻ പാടില്ല എന്നാണ് പറയാ. നമുക്ക് ഇഷ്ടം പോലെ ചായ വേണം ഒരു ദിവസം. ഗ്രീൻ ടീ വേണം. പിന്നെ വൈറ്റ് ടീ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വൈറ്റ് ടീ ഭയങ്കര റേറ്റ് എന്ന് പറയണേ. തേയില പറിക്കാൻ പോരും. ഹായ് ഫ്രണ്ട്സ്, തേയില പറിക്കാൻ പോരുമമ്പടി രാവിലെ. ആര് നിങ്ങൾക്ക് ആവശ്യം പടി രാവിലെ. നല്ല അടിപൊളി തേയില കേട്ടോ, ഫ്രഷ്. ഇഷ്ടമുള്ള കട്ട് ചെയ്തെടുത്തോ, നമുക്ക് ചായ ഉണ്ടാക്കാം. ഇവിടേക്ക് ഭയങ്കര മിനുസാണ്. കാലങ്ങോട്ട് പോവും. ഗ്രിപ്പിംഗ് ഇല്ലാത്ത ചെരുപ്പാ. തേയില ചെടിയുടെ പൂക്കളാണ് ട്ടോ ഗൈസ്.
അത്രയല്ലേ ഉള്ളത്. ഹായ് കുട്ടികളെ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. പിടിച്ചോണി എന്താ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ കുണ്ടല്ല ലേക്കിലാണ്, ഡാമാണ്. അതിൽ ഇങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നാറിലാണ്. അപ്പോൾ ഇതും ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, ഒരു പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ നോക്കി. വലിയ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അമ്മോ, ഇതേ അടുത്തത്. ഡാമിൽ നിന്ന് ഒട്ടും വെള്ളം തുറന്നു വിടണില്ല കേട്ടോ. അതെ, കംപ്ലീറ്റ് വറ്റി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. ബോട്ടുകളൊക്കെ കയറ്റിയിട്ടുണ്ട്, കുറേശ്ശെ കേടായ ബോട്ടുകളൊക്കെ. വലിയ വലിയ മരങ്ങളാണ് കേട്ടോ. തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കാൻ പറ്റിയ മരങ്ങളാണ്. യെസ്, മരം കാണാനുണ്ട് കേട്ടോ. ഭയങ്കര ഹൈറ്റാ. എൻ്റെ അമ്മ തെല്ലത്തായിരുന്നു വീണാൻ. കരിങ്കൽ പാകിയ വഴികൾ തെറ്റി വീണാനെ. ഓ, കുരങ്ങന്മാരുടെ കൂട്ടം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അടിപൊളി സ്ഥലം കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം കേട്ടോ. നമ്മൾ വെറുതെ വീട്ടിലും കടയിലും ജോലി സ്ഥലത്തൊക്കെ മാത്രമായി നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഇതുപോലത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ വന്ന് കാണാം. ഫാമിലിനെ കൊണ്ട് വരാം കേട്ടോ. അടിച്ച് പൊളിക്കുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വരുന്ന വഴി നമ്മുടെ ആ ഡാമിൻ്റെ ഒക്കെ സൈഡിലെത്തി കഴിഞ്ഞപ്പം ആളുകൾ കുറേ കൂടിയിരിക്കണ്. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ആന കാണാട്ടാ. കാട്ടാനുണ്ട് ഗൈസ്, നാട്ടാനല്ല. അതിങ്ങനെ പുല്ല് ഇങ്ങനെ നിൽക്കണം അവിടെ. അപ്പോൾ അതിനെങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടും ഇതിൽ യാത്ര ചെയ്തവരൊക്കെ ഇവിടെ കൂടി ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ അപ്പോൾ മനസ്സിലായി പ്ലാൻ ഉണ്ടെന്ന്.